ഷാഫി പറമ്പിലെ പൊളിറ്റിക്കൽ വന്ന് വടകരയിൽ വന്ന് വലിയ വേദി കെട്ടിയിട്ട് പറയുകയാണ് എ റഹീം പൊളിറ്റിക്കൽ പോയിസൺ ആണ്. പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേരളം കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. ഈ നിമിഷം വരെ ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയ വിഷം എന്ന് വിളിച്ചതിന് എ റഹീം മാപ്പ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്? ഉത്തരവാദിത്വത്തോടു കൂടി കേരള സമൂഹത്തോട്, വടകരയോട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മാപ്പ് പറയുമോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അല്ല, ഇതിൻ്റെ അകത്ത് അത് അന്നേരത്തെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മളത് കാണിച്ചത് കൊണ്ട് മാപ്പ് പറയുമോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് ഡിവൈഎഫ്ഐ ആണ് തീരുമാനിക്കുന്നത്, നമ്മൾ ആരുമല്ല. അത് ആ ഒരു സന്ദർഭത്തിൽ സഹാബ് എ റഹീം പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. നീ പോലെ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? അദ്ദേഹം മാപ്പ് പറയുമോ ഇല്ലയോ എന്നുള്ളതും എന്നെ സംബന്ധിച്ച് അദ്ദേഹം മാപ്പ് പറയണ്ടേ? അല്ല, മാപ്പ് പറയോ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. മാപ്പ് പറയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു കാര്യമാണത്. അത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനെ നേരിടുമെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ നേരിടേണ്ട ഇടങ്ങളിൽ നേരിടുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ളൊരു തെളിവുകളിലേക്കോ അല്ലെങ്കിൽ ഒരു കുറ്റവാളികളായിട്ട് ശിക്ഷയിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കാനുള്ള തെളിവുകൾ അന്ന് വന്നിരുന്നോ? എന്താ ഉറക്കം വരുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത് എന്താണ്? അതാ ഞാൻ ചോദിക്കുന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് ഏതോ ഒരു ഉന്നത ഇതിനകത്തുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതാ ഏതാ ഉന്നതം ഷാഫി പറമ്പിൽ വ്യക്തമാക്കട്ടെന്ന്. ഇവിടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരോട് ഷാഫി പറമ്പിൽ പറയട്ടെ, അദ്ദേഹം പറയാൻ തയ്യാറാകട്ടെ. അല്ലാതെ ഇവിടെ ഇരുന്ന് പിന്നെ വെറുതെ ഇങ്ങനെ വായുവിൽ എന്തെങ്കിലും പിന്നെ ഒരു സൂചന നൽകുകയോ അല്ലെങ്കിൽ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലല്ലോ ചെയ്യേണ്ടത്. അതല്ല, റഹീം പറഞ്ഞ പോലെ വായുവിൽ നിന്നല്ലാതെ നേരെ അങ്ങോട്ട് പൊളിറ്റിക്കൽ പോയിസൺ ആണ് എന്ന് ഒരു തെളിവും അല്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ പറഞ്ഞതല്ലോ. ഷാഫി പറമ്പിൽ എത്ര വർഷം MLA ആയിരുന്നു, MP ആയിരുന്നു, കേരളത്തിൽ എത്ര കാലമായി യുവജന സംഘടനയ്ക്കുടെ തലപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഷാഫി പറമ്പിൽ വർഗീയ പരാമർശം നടത്തിയതായി താങ്കൾക്ക് അറിവുണ്ടോ? അദ്ദേഹത്തെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കാൻ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഷാഫി പറമ്പിൽ വർഗീയമായിട്ടുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അതായത് നമ്മളൊരു അല്ല, ഞാൻ പറയട്ടെ, ആരും ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വരട്ടെ. ഇത്രയും ദിവസമായി ഒരു വാക്ക് തെറ്റ് പറ്റിപ്പോയി മാപ്പ് പറയുന്നു. അത് ഇപ്പം പ്രസംഗമാണ്, രാഷ്ട്രീയ പ്രസംഗമാണ്, അത് വാചകം വന്നുപോയി എന്ന് അങ്ങനെയെങ്കിലും പറയണ്ടേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഡിവൈഎഫ്ഐ ആണ് തീരുമാനിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹമാണ് അതിനെ സംബന്ധിച്ചുള്ള നിലപാട് പറയേണ്ടത്. ഞാനല്ല. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനും ഞാൻ ആളല്ല. അതുകൊണ്ട് അതാണ് പറയേണ്ടത്. അത് അദ്ദേഹമാണ് പറയേണ്ടത്, അല്ല ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് പറയേണ്ടത്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു തരത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉപരിപ്ലവ പിന്നെ എന്താ പറയുക വാചോടാപങ്ങളിൽ അഭിനമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് എന്നെ സംബന്ധിച്ച്. അതെന്റെ നിരീക്ഷണമാണ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വടകരയിലെ ജനങ്ങൾക്ക് ആ സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണോ ശൈലജ ടീച്ചറെ വീട്ടിലിരുത്തിയതും ഷാഫിയെ ജയിപ്പിച്ചു വിട്ടത്? ഷാഫി പറമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? SIT ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ താങ്കൾ ഇപ്പൊ ഷാഫി പറമ്പിലിനെ ചൂണ്ടി പറയുന്നുണ്ടല്ലോ, ഇപ്പൊ A റഹീമിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അതെ ഇനി ആരും സൂത്രം കാണിച്ചാ ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ആ പറഞ്ഞാണെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ.
അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. റഹീമിന് അത് ഡിവൈഎഫ്ഐ അല്ലേ പറയേണ്ടത്? ഡിവൈഎഫ്ഐ അത് പറഞ്ഞോളും. അത് നിങ്ങളത് ബേജാറാകേണ്ട കാര്യമില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല. ഷാഫി പറമ്പിൽ നിങ്ങളുടേത് കാണിച്ചല്ലേ ഏതോ വലിയ ഉന്നതന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഇവിടെ വർഗീയ സംഘർഷം നടത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇത് ചെയ്തെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അല്ല, കേരളത്തിലുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ അത്? അത് അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമം മൊത്തത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ രാഷ്ട്രീയമായി എതിർക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. തെറ്റ് ചെയ്യുന്നവരെ അന്വേഷണത്തിൻ്റെ വഴി നടക്കട്ടെ. തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ, അതാണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ ഒരു വ്യക്തി ഇത് ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, ഒരു സെക്യുലർ പ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സെക്യുലർ പ്രസ്ഥാനത്തെ ഈ പറയുന്ന രീതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയതുകൊണ്ട് ആരെ തൃപ്തിപ്പെടുത്താനാണ്? ആരാണ് ഉന്നതൻ? ഷാഫി പറ. ധൈര്യമുണ്ടെങ്കിൽ SIT പറ, അല്ലെ പൊതുജനങ്ങളോട് പറ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. അപ്പം DYFI പോലുള്ള ഒരു സെക്യുലർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, യുവജന പ്രസ്ഥാനത്തെ പിന്നെ ഭയങ്കരമായ വർഗീയമായിട്ടുള്ള ഗൂഢാലോചന നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? 10 വർഷം LDF ഗവൺമെന്റ് ഭരിച്ച് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷം ഇല്ലാതിരുന്ന ഒരു കേരളമുണ്ട്. 10 വർഷത്തിന് മാത്രം സർട്ടിഫിക്കറ്റ്. അത് കേരളത്തിന്റെ മണ്ണ് അങ്ങനെ ആയിരുന്നു. മുമ്പ് പല കലാപങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ആര് മനസ്സിലാക്കും? മുമ്പ് പലതരത്തിലുള്ള കലാശ്രമങ്ങളും കലാപങ്ങളും ഒക്കെ ഇവിടെ നടന്നിട്ടുള്ള പാർട്ടിയുടെ മേന്മയാണോ? കേരളത്തിന്റെ മതേതര മണ്ണിന്റെ മേന്മയാണോ? കേരളത്തിന്റെ മതേതര മണ്ണിന്റെ മേന്മയാ. ഈ മതേതരത്വം എന്ന് പറയുന്നത് അത് ഇടതുപക്ഷവുമായി അഭേദ്യമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. കേരളത്തിന്റെ പൊതുമണ്ഡലം, പൊതുബോധം എന്ന് പറയുന്നത് ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് 2024 ഈ വടകരയിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നത് 2026 2 വർഷം കഴിഞ്ഞു. നമ്പർ വൺ എന്ന് ആവർത്തിച്ച് പറയുന്ന നിങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചു. പിണറായി വിജയനായിരുന്നു ആഭ്യന്തരമന്ത്രിയും. എന്തുകൊണ്ടാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാഞ്ഞത്? ദൈവമേ, ഇവിടുന്ന് നാശമാക്കും. അതിന്റെ അന്വേഷണങ്ങൾ പല രീതിയിൽ നടന്നു. ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുതിയ സർക്കാരിന്റെ SITയും പുതിയ സർക്കാരും അവിടെ നിൽക്കട്ടെ. 2 വർഷമായാലും പുതിയ സർക്കാർ വന്നിട്ട് 1 മാസം, ജൂൺ 3-നാണ് SIT രൂപീകരിച്ചത്. അപ്പൊ അത് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. 1 മാസം പുതിയ സർക്കാർ, അതവിടെ 2 വർഷക്കൊല്ലം നിങ്ങളായിരുന്നില്ലേ ആഭ്യന്തര വകുപ്പ്? അതെ. എന്നിട്ട് എന്തുകൊണ്ടാണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം, അതിന്റെ കാരണഭൂതം ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ പോയത്? DYFI നേതാവ് ഒരു റിബേഷിന്റെ പേര് കേട്ടു. എവിടെയാണ് റിബേഷ്? റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. എവിടെയാണ് അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം? ആർക്കറിയാം? ഒരു വിവരവുമില്ല. പിന്നെ കാഫിർ സ്ക്രീൻഷോട്ട് ഒരാളുടെ പേര് മുസ്ലിം ലീഗ്, ഒരു യൂത്ത് ലീഗുകാരൻ, അല്ലേ? യൂത്ത് ലീഗുകാരന്റെ കാര്യം അല്ല എന്ന് കണ്ടെത്തുന്ന ആരാ? UDF ഗവൺമെന്റ് അല്ലാന്ന് കണ്ടെത്തിയത് ആ വ്യക്തി പോലീസിലേക്ക്. നിങ്ങൾ പരിശോധിച്ചോളൂ പ്ലീസ്. അദ്ദേഹം പരാതി കൊടുത്തു. കേസ് നമ്പർ 411 അദ്ദേഹത്തിന്റെ പരാതി 410 കാഫിർ സ്ക്രീൻ കോഡ്. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടി വന്നത്. എന്തുകൊണ്ട്? അദ്ദേഹമാണെന്ന് കേരള പോലീസ് അന്ന് അദ്ദേഹമാണെന്ന് കണ്ടെത്തുമല്ല. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ആ ദിവസം മുഹമ്മദ് കാസിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് പറഞ്ഞ എത്രത്തോളം കാർഡുകൾ അത് ഓർക്കണം. ആ വടകര തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അതെ, ഇത് കണ്ടെത്തിയതാരാണ്? മുഹമ്മദ് കാസിം അല്ല, മറ്റു ഇടങ്ങളിലേക്ക് കേസുകൾ പോകണമെന്ന് കണ്ടെത്തിയത് ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞു, ഈ പോലീസുകാരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ജില്ലാ സെക്രട്ടറി പറയാണ് പോലീസിന് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാതിരിക്കണമെന്നുള്ള ആ വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത് ഭീഷണിയാണോ? പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണോ? അന്വേഷിക്കുന്ന പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ജില്ലാ സെക്രട്ടറി. അതാ ഞാൻ പറഞ്ഞതേ, അന്വേഷിക്കുന്ന പോലീസിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് അത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്നറിയാമോ? പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് പറയുന്നതെല്ലാം കീഴടങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ പൊരുതി മുന്നേറിയത് എങ്ങനെയാണ്? അപ്പോൾ DYFIയോ അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളെയും പാർട്ടിയെയും ഇടതുപക്ഷത്തെയും വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടക്കുന്നതിനല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ബോധപൂർവം അവരെ വേട്ടയാടുന്നതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനെ പോലീസ് UDF ജൂൺ 3-ന് SIT രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് വന്നു. ഇന്ന് എത്രയാ ദിവസം? ഇന്ന് ജൂൺ 20. അതിനുള്ളിൽ ആദ്യത്തെ അറസ്റ്റ് വന്നു. അപ്പോഴേക്ക് വേട്ടയാടലായോ? ഒരാളെ പിടിച്ചു. ആ ആള് 15 മിനിറ്റിൽ 200 പേർക്കാണ് ആ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുള്ളത്.
ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഷാഫി പറമ്പിലെ പൊളിറ്റിക്കൽ പോയിസൺ വന്ന് വടകരയിൽ വന്ന് വലിയ വേദി കെട്ടിയിട്ട് പറയുകയാണ് എ റഹീം പൊളിറ്റിക്കൽ പോയിസൺ ആണ്, പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി. ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേരളം കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. ഈ നിമിഷം വരെ ഷാഫി പറമ്പിലെ രാഷ്ട്രീയ വിഷം എന്ന് വിളിച്ചതിന് എ റഹീം മാപ്പ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്? എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഡിവൈഎഫ്ഐ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, മതനിരപേക്ഷ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കാൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പൊതുവെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന സംഘടനയാണെന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു. ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയ ഗൂഢാലോചന അധ്യക്ഷനാണ്. ആ അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ ഇരുന്ന് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ എന്ത് മതനിരപേക്ഷ നിലപാടാണ് അന്ന് വടകരയിലെ ജനങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ഉണ്ടായത്. ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. അപ്പൊ അതിനുശേഷം ഷാഫി പറമ്പിൽ വടകര എംപിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, അതൊന്ന് കേൾക്കാം. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കാൻ അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥി തൊട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്ന LDFന്റെ കൺവീനർ വരെയുള്ള അവരുടെ റാങ്ക് ആൻഡ് ഫയലും മുഴുവൻ ഈ കള്ളത്തിന്റെ പുറകെ ഓടുകയാണ്. ഇത് നാടിന്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്ട് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിന്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. 100% ഞാൻ യോജിക്കുന്നു. നോക്കൂ, ഇബിലീസിന്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്. എന്തിനാ പണിത്തിരക്ക്? മാനവ സ്നേഹം തകർത്തിടാനായി സൈത്താൻ പണിയെടുക്കുന്നു എന്നായിരുന്നല്ലോ CPM പാടി നടന്നത് ആ സമയത്ത്. അപ്പൊ ആ സൈത്താൻ ആരാണ് എന്നറിയുമ്പോൾ എന്തിനാണ് രാജേഷിനും CPMനും ഒക്കെ ഇത്രയ്ക്ക് അങ്ങ് വിരളി പിടിക്കുന്നത്? ആ സൈത്താന്റെ ഒന്നാമത്തെ പേര് അത് എ റഹീം എന്ന് തന്നെയാണ്. അതെ, നീയാണോ? അതെ, ഞാനാണ്. അദ്ദേഹം പറഞ്ഞു, ഏതാണ് ആ ഉന്നതൻ എന്ന് പറയാൻ ഞാൻ വ്യക്തമായി പറയുന്നത്, അങ്ങോട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. എ റഹീം എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നാമൻ എന്ന് DYFI തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, കൊട്ടിഘോഷിക്കുന്ന, DYFI സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവായ, രാജ്യസഭയിലെ MP ആയ, CPMന്റെ മുഖമായ ഒരു നേതാവ്, അദ്ദേഹം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രചരണം ഏറ്റെടുത്ത് അതിന് കേരളമാകെ ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രചരണം ഏറ്റെടുക്കുന്നു. എന്തായിരുന്നു ആ പ്രചരണം? അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിളിക്കുന്നതായിരുന്നു. എന്താ അതിന്റെ ബേസ്? അതിന്റെ ബേസിക് കാഫിർ സ്ക്രീൻഷോട്ടാണ്. ഇന്ന് ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുമ്പോൾ, അയ്യോ എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത, പൊളിറ്റിക്കൽ എത്തിക്നെസ് അത് ആർക്കുണ്ടാവണം? ഈ പറയുന്ന എ റഹീമിനുണ്ടാവണം. എന്നിട്ട് വേണം സാർ രാജേഷ് അങ്ങ് അടക്കമുള്ളവർ ഇടതുപക്ഷ നിരപേക്ഷതയുടെ ഉന്നമനത്തെ പറ്റി പ്രസംഗിക്കാൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നോക്കൂ, ഈ വിഷയത്തിന്റെ നാൾ വഴി ഞാൻ പെട്ടെന്ന് പറയാം. 2024 ഏപ്രിൽ 25 3 മണി അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മനീഷ് എന്ന് പറയുന്ന പേജിന്റെ അഡ്മിനാണ്. 2024 ഏപ്രിൽ 25 2:30 റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് വരുന്നു. അമൽറാം എന്ന് പറയുന്നത് നിങ്ങളുടെ DYFI നേതാവാണ് പോസ്റ്റ് ചെയ്യുന്നത്. 2024 ഏപ്രിൽ 25 തന്നെ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നു. പോസ്റ്റ് ചെയ്ത ആളുടെ പേര് റിബേഷ്, DYFI നേതാവാണ്. രണ്ടാമത് പോരാളി ഷാജി FB പേജിൽ അത് വരുന്നുണ്ട്. പോസ്റ്റ് ചെയ്തത് അഡ്മിൻ അബ്ബാസ് ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ, അതായത് എ റഹീമും നിങ്ങളുടെ PK ശ്രീമതിയും നിങ്ങളുടെ പ്രധാനപ്പെട്ട അവിടെ നിന്നുള്ള എല്ലാ നേതാക്കളും ഏറ്റുപാടി നടന്നത് ഇതാ കാഫിർ എന്ന് പറയുന്ന ഒരു പ്രയോഗവും അതുമായി ബന്ധപ്പെട്ട ഒരു മുതലെടുക്കാനുള്ള, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം UDFും അന്നത്തെ ഞങ്ങളുടെ ക്യാമ്പും നടത്തി എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്ന്. അതല്ല ഉദ്ദേശം. രണ്ട്, റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരായി, സാർ ഇത് നമ്മൾ ഈ ചുമ്മാ വഴിയിൽ നിന്ന് കവലപ്രസംഗം നടത്തുന്ന പോലെയല്ല, ഇത് സ്വാഭാവികമായും ഈ പറയുന്ന CDR അടക്കം എടുത്തുകൊണ്ട് ശാസ്ത്രീയമായി തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത്. അല്ലാത്ത പക്ഷം IT ആക്ടിന്റെ ഒരു പരിധിയിലും ഈ കേസ് നിൽക്കില്ല. തള്ളിപ്പോകുന്നുള്ള സാമാന്യ വിവരമൊക്കെ ഉള്ളവരാണ് SIT. അത് 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചു എന്ന് പറഞ്ഞ് പോലീസ് അങ്ങനെ അങ്ങ് മണ്ടന്മാരായി പോയി എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല.
അവർക്ക് കൃത്യമായ തെളിവുള്ളത് കൊണ്ടാണ്, ശാസ്ത്രീയ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് അവർ ആ കേസുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ റിബേഷിനെ പ്രതി ചേർക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അയാളെ പുറത്താക്കിയിട്ടെങ്കിലും നിങ്ങൾ ഈ ന്യായം പറയണ്ടേ? നിങ്ങൾ ഈ വലിയ വായിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വരണ്ടേ? അയാളെ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല അറിയാം, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് നടത്തിയ കൊലവിളി പ്രസംഗം കേട്ടില്ലേ പോലീസിനോട്? നിങ്ങൾ ഞങ്ങളുടെ നേരെ കൈകടത്താൻ വന്നവരാരും പെൻഷൻ കഴിഞ്ഞതിന് ശേഷം മര്യാദയ്ക്ക് പോയിട്ടില്ല, ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, ആ കൈ ഞങ്ങൾ തല്ലി ഒടിക്കും എന്ന കണക്കിന് വർത്തമാനം പറയാൻ നാണമാവുന്നില്ലേ? ഉളുപ്പ് എന്ന് പറഞ്ഞൊരു ഭാഷ നിങ്ങൾ പിടിക്കപ്പെട്ടു, നിങ്ങളുടെ പുറംപൂച്ച് വെളിയിൽ വന്നു, കക്കാൻ കയറിയ കള്ളനെ കൈയോടെ നാട്ടുകാർ പിടിച്ച് വാഴയിലോ അപ്പുറത്തെ തെങ്ങിലോ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് കള്ളം പറയാണ്, ഞാൻ ഓട് പൊളിച്ചത് ഓടിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കി ലീക്കേജ് ശരിയാക്കാൻ വേണ്ടിയാണ് എന്ന് ന്യായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മാനം എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ലധികം ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് റിബേഷിനോ അതല്ലെങ്കിൽ മറ്റ് CPM DYFI നേതാക്കൾക്കോ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി അന്ന് 2 വർഷക്കാലം മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരുടെ നേതാക്കളിലേക്ക് എത്തുമ്പോൾ ഇന്ന് അവരുടെ ജില്ലാ സെക്രട്ടറി പൊതുമധ്യത്തിൽ വന്ന് പൊതുനിരത്തിൽ വന്ന് പോലീസുകാർ വീട്ടിലേക്ക് പോകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ പോകില്ല എന്ന് വെല്ലുവിളിക്കുകയാണ്. എന്തിനാണ്? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ലോക്സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിയമസഭ, ആ 3 തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയിൽ നിന്നും നിർഭാഗ്യവശാൽ CPM ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട് ജില്ലാ CPM-ന്റെ സെക്രട്ടറിയുടെ പ്രസ്താവന കാണിക്കുന്നത്. കാരണം ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ മുമ്പേ ഉള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മ വരിക. CPM-ന്റെ ഗുണ്ടകൾ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ കാറിൻ്റെ പിറകിൽ മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. മുസ്ലിം തീവ്രവാദികളാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് അവരുണ്ടാക്കൂല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? നിയമവാഴ്ചയിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ മസിൽ പവർ കൊണ്ട് മാത്രമായിട്ട്, മണി പവർ കൊണ്ട് മാത്രമായിട്ട് കാര്യങ്ങൾ നടത്താം. ആലോചിച്ച് നോക്കൂ, ഇപ്പം ഈ അടുത്തല്ലേ, ആഴ്ചകളായിട്ടല്ലേ ഉള്ളൂ, ED-ക്കാർ വീണ തൈക്കണ്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ അവരെ തടയുന്നു, കാറ് ആക്രമിക്കുന്നു, ആ വ്യക്തികളെ ആക്രമിക്കുന്നു, ഡ്രൈവറെ ആക്രമിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ജയിലില്ല. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാനുള്ളത് ED ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. അപ്പോൾ നിയമവാഴ്ചയിൽ വിശ്വാസമില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ടോ 4 കൊല്ലമായിട്ടോ ഇത്തരം കേസുകൾ അന്വേഷിക്കാം? ഒരു ഘട്ടം കഴിഞ്ഞ് അവിടെ നിൽക്കും. അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ അന്വേഷണമൊക്കെ ഒരു ഘട്ടം എത്തുമ്പോൾ CPM-നെതിരായിട്ട് വരുമ്പോൾ അതൊരു സ്ഥലത്ത് നിലച്ചു പോവും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ A റഹീം പറഞ്ഞതും ശ്രീമതി ലതിക പറഞ്ഞതും ഒക്കെ നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ് എന്ന് വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ കണ്ടോളാം എന്ന് CPM-ന്റെ ജില്ലാ നേതാവ് പറഞ്ഞത്. അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണ്, ജനങ്ങളെ പുച്ഛിക്കലാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ പരാജയങ്ങളിൽ നിന്നൊന്നും അവരൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിക്കുകയില്ല. കാരണം ഈ ബലത്തിൻ്റെ ഭാഷ, ജനാധിപത്യത്തിൻ്റെ ഭാഷയല്ല അത്, നിയമവാഴ്ചയുടെ ഭാഷയല്ല അത്. ഇപ്പോൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ED-ക്കാർ വരുമ്പോൾ വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ അവർ അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് കുറച്ച് കുട്ടികളെ ജയിലിൽ അയക്കാം, രക്തസാക്ഷികളെ ഉണ്ടാക്കാം, അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്താം, അത് തട്ടിപ്പ് നടത്താം, പിന്നെ ചെങ്കൊടി പാറിച്ചിട്ട് ഇവരൊക്കെ ബലിദാനികളാണെന്ന് പറയാം. അങ്ങനെ വൈകാരികമായി കുറേ സംഗതികൾ ഉണ്ടാക്കാം. അതൊന്നും എവിടെ എത്തില്ല എന്ന് പല കാര്യങ്ങൾ തെളിഞ്ഞാണ്. പിന്നെ നിയമവാഴ്ചയിലോ ശരിക്കും ജനാധിപത്യത്തിലോ വാസ്തവമായ വിശ്വാസമില്ല. അതിപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞു എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അവർ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. സഖാക്കളെ വേട്ടയാടുന്ന ഒരു നില ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു മുന്നറിയിപ്പാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. അതിനകത്ത് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ അത് പറയേണ്ടി വരും. അത് രാഷ്ട്രീയമായി അങ്ങനെ തന്നെ അതിന് പറയേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരോട് പോലീസ് എന്നൊക്കെ പറഞ്ഞത് പോലീസൊക്കെ അവിടെ നിൽക്കും. പോലീസാണ് അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട.
പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അല്ല, ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പ്രതികളല്ല എന്നൊരു വാദം CPM ഉണ്ടോ? ഒന്ന്. രണ്ട്, സഹാക്കളെ വേട്ടയാടിയാൽ എന്ന് പറയുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പ്രതികളല്ലാത്ത ആരുടെയെങ്കിലും കുറ്റവാളികളായി പോലീസ് എത്തിയിട്ടുണ്ടോ? അല്ല അഡ്വക്കേറ്റ് വക്കീലെ, അതിനകത്ത് ഈ കുറ്റവാളികളായിട്ട് അവർ മാറിയിട്ടില്ലല്ലോ. കുറ്റവാളികളായിട്ട് മാറട്ടപ്പ, എന്നിട്ട് നമുക്ക് കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യം മാറട്ടെ. അവർ കുറ്റവാളികളായിട്ട് മാറി കോടതിയിൽ അത് CDR അടക്കം പോലീസിന്റെ കയ്യിലിരിക്കുക. എന്തോ പ്രതികളല്ല, ഭീകരന്മാർ എന്ന് വേണം പറയാൻ അവന്മാരെ. വർഗീയ ഭീകരന്മാർ, തീവ്രവാദികൾ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഏതൊക്കെ തരത്തിലുള്ള പ്രചരണമാണ് ഇടതുപക്ഷം നടത്തിയത്? എത്ര കാർഡുകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്? അപ്പോൾ അന്ന് ഷാഫി പറമ്പിലിനെതിരെ നടന്നത് ഗൂഢാലോചനയായിരുന്നില്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടെന്ന് ഷാഫിക്ക് പറഞ്ഞൂടെ? അല്ല, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടില്ലേ? അതെ, താങ്കൾ സമ്മതിച്ചു. അല്ല, ചുമ്മാ അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. അതെ, ഇത് ഷാഫി പറമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ഷാഫി പറമ്പിൽ എന്ത് വെളിപ്പെടുത്താത്തത്? അതല്ല ഞാൻ ചോദിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. നോക്കൂ, റിബേഷിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് കോടതിയിൽ പോയി പറയാണ് കേസ് തീർന്നു എന്ന്. എന്തുകൊണ്ട്, എങ്ങനെയാണ് കുറ്റക്കാരെ ആരുമില്ല? ഇത് വെറുതെ അങ്ങോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് ഉത്ഭവിക്കായിരുന്നു. ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കാട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ഈ അന്വേഷണത്തിലേക്ക് വരെ എത്തിയത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. ഏത് അന്വേഷണത്തിലേക്ക്? ആ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. CPM ഒന്നും ഇടതുപക്ഷമല്ല. എന്ത് ഇടതുപക്ഷം? 4 വോട്ടിന് വേണ്ടി വർഗീയ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നവരാണോ ഇടതുപക്ഷം? മലപ്പുറത്തെ പോലെ ഒരു ജില്ലയെ അവഹേളിച്ചിട്ട് ഒരാൾ വരുമ്പോൾ അയാളെ കാറൊക്കെ നടത്തുന്നതാണോ ഇടതുപക്ഷം? അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നവരാണോ ഇടതുപക്ഷം? അവിടെ കയറാൻ വിശ്വാസികളായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം കൊടുത്ത ശേഷം ആ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ നിർബന്ധിച്ച് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ണും കെട്ടി ശബരിമലയിൽ കയറ്റുന്നതാണോ ഇടതുപക്ഷം? അതാണോ ഇടതുപക്ഷ ആശയധാര? അല്ലല്ലോ. ഇടതുപക്ഷ ആശയധാരയുമായി യാതൊരു ഇപ്പൊ ഈ പാലിന്റെയും മോരിന്റെയും ബന്ധം പോലും ആർക്കില്ല, CPM ഇല്ല. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയണ്ട, CPM എന്ന് പറയുന്നതായിരിക്കും ശരി. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി.